Hello, good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. തുടങ്ങാലോ? തുടങ്ങാം. തുടങ്ങാം മിസ്. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലേ ആൻസർ ചെയ്യാൻ? 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻ. 1 2 3 4 5 ഉണ്ടായിരുന്നു. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻസർ കിട്ടിയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണോ? 0.0125. അതിന് തുല്യമായ ശതമാനം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഈക്വൽ പെർസെന്റേജ്, അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പെർസെന്റേജ് ആണ് ചോദിച്ചാണ്. 0.125 0.0125 എത്ര കിട്ടി? 12.5%, 0.125%, 1.25%, 125%. 1.25%. കിട്ടി എല്ലാവർക്കും? കുട്ടി. കിട്ടാത്തവര് കിട്ടി. ആരെങ്കിലും? കിട്ടിയില്ല? കിട്ടില്ലെന്നാണോ പറയണേ? കിട്ടിയില്ല മിസ്. കിട്ടിയില്ല. അപ്പൊ ഇല്ലേ, നമുക്ക് ഡെസിമൽ നമ്പറിനെ, ദശാംശ സംഖ്യയെ ശതമാനത്തിലേക്ക്, അതായത് പെർസെന്റേജിലേക്ക് ആക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഡെസിമൽ നമ്പറിനെയും അതുപോലെ ഫ്രാക്ഷൻസിനെയൊക്കെ, ഭിന്നസംഖ്യകളെയും ദശാംശ സംഖ്യകളെയും ശതമാനത്തിലേക്ക് ആക്കാനായിട്ട്, പെർസെന്റേജിലേക്ക് ആക്കാൻ എന്തോ ചെയ്യുമല്ല? എന്താ ചെയ്യണ്ടേ? 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കണം. അതെ, 100 കൊണ്ട് ഗുണിക്കണം പെർസെന്റേജിലേക്ക് ആക്കാൻ. ഡെസിമൽ നമ്പർ ആൻഡ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ ആയിക്കോട്ടെ അതുപോലെ തന്നെ ദശാംശ സംഖ്യ ആയിക്കോട്ടെ, അതിനെ ശതമാനത്തിലേക്ക് ആക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമുക്ക് തന്നേക്കണ ഡെസിമൽ ഫോം. 0.0125 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിനെ ശതമാനത്തിലേക്ക് ആക്കാം. അപ്പൊ 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കുമ്പോ എന്ത് വേണം? എത്ര സ്ഥാനം? നമുക്ക് പൂജ്യത്തിന്റെ എണ്ണം നോക്കി സ്ഥാനം ഇട്ടാൽ ഇത് ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 0.125 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 12 ഇൻറ്റു 25 ഗുണിക്കുന്ന പോലെ ഗുണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടുത്തെ സീറോസിന്റെ എണ്ണം നോക്കുക, പൂജ്യങ്ങളുടെ എണ്ണം നോക്കുക. എന്നിട്ട് ആ പൂജ്യങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സ്ഥാനം മാറ്റി ഇട്ടാൽ മതി. ആ ഡെസിമൽ പോയിന്റിനെ നമുക്ക് ചാടിച്ചാൽ മതി. എങ്ങോട്ടേക്കാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് മാറേണ്ടത്? 10, 100, 1000 എന്നീ സംഖ്യകൾ വെച്ച് ഗുണിക്കുമ്പോ 10, 100, 1000 എന്നീ സംഖ്യകൾ, അതായത് 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ വെച്ച് ഗുണിക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് ഇന്ന സൈഡിൽ നിന്ന് ഇന്ന സൈഡിലേക്കാ മൂവ് ചെയ്യണ്ടേ. എവിടെ നിന്ന് എങ്ങോട്ടാ? ഇടത്ത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചല്ല, നിങ്ങളോടെ നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നോ അവിടുത്തെ നമ്മളുടേതായ ഇടത്തും വലത്തുമാണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് നീങ്ങേണ്ടത്. അതായത് എന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ വശമാണ്, ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റ് 0 ഉണ്ട്, ഒരു ഡിജിറ്റ് 1 ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് അത് മാറി ഇത് ഇവിടേക്ക് പോയിന്റ് വരണം. ദാറ്റ് മീൻസ് 1.25. 1ന്റെ മുമ്പിൽ ഒരു 0 ഉണ്ട്, പക്ഷെ മുമ്പിൽ ഒരു സംഖ്യയുടെ മുമ്പിൽ വെറുതെ ഒരു 0 ഇട്ട് വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഒരു വിലയും ഇല്ല അതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് കളയാം. സോ ആൻസർ ഈസ് 1.25%, 1.25%.
മനസ്സിലാകാതിരുന്ന ആൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയി മിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഒന്ന് വായിക്കാമോ? ഒരു സംഖ്യയുടെ 50% അതാണോ? അതെ. അതെ, അതുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ട്, പിന്നെ ഓർഡർ തെറ്റിപ്പോയോന്ന് അറിയാനാ. ഒരു സംഖ്യയുടെ 50% 60 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? അതാണ് ചോദ്യം. ഇഫ് 60 is added to 50% of a number, we get the number itself, which is the number. അതാണ് ചോദ്യം. ഒരു സംഖ്യ നമുക്കറിയില്ല. സംഖ്യയുടെ 50% സംഖ്യ അറിയില്ല. നമുക്ക് സംഖ്യ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ആൻസർ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് പറയാമോ? ആൻസർ പറയൂ. 120. 110, 170, 300. അങ്ങനെയാണോ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്? 120 ആണ്. കിട്ടിയിട്ടില്ല, ഒന്ന് പറയോ? പറയാം. അതായത് ഒരു സംഖ്യ നമുക്കറിയില്ല. ആ സംഖ്യയുടെ 50% സംഖ്യ നമുക്കറിയില്ല, അതിന്റെ 50% എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ലാത്തത് നമ്മൾ സാധാരണ എക്സ് വെച്ചിട്ടാ സൂചിപ്പിക്കുക അല്ലെ. അപ്പൊ ആ സംഖ്യയുടെ 50% മീൻസ് എക്സ് ഇൻറ്റു 50/100 പെർസെന്റേജ് ആണ്. 50% ആണ് 50/100 ആക്കി എഴുതിയേക്കണേ. അതിന്റെ കൂടെ 60 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 60 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് ദ നമ്പർ ഇറ്റ്സെൽഫ്. എന്ന് വെച്ചാൽ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തത് എക്സ് ആണ്, അവിടെ എക്സ് കൊടുത്തതുകൊണ്ട് ആ നമ്പർ വീണ്ടും ഇവിടെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ സംഖ്യയുടെ 50% 60 കൂട്ടിയാൽ സംഖ്യ കിട്ടും. ഇതാണ് ഇപ്പൊ ആ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻസ് ഫോം ചെയ്ത് നിങ്ങൾ പഠിച്ച കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ ഒരു സംഖ്യ അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിന് എക്സ് കൊടുത്തു. അതിന്റെ 50% അതിന്റെ കൂടെ ഒരു 60 കൂട്ടിയപ്പോ എക്സ് കിട്ടി എന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കാം. 0 വെട്ടിക്കളഞ്ഞു. അതുപോലെ 5നെ 10 കൊണ്ട് വെട്ടി ചെറുതാക്കാം. എത്ര കിട്ടും? 2 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x/2 അല്ലെ. എക്സ് ഇൻറ്റു അവിടെ അപ്പുറത്ത് വേറെ സംഖ്യ ഒന്നുമില്ല, 1 ആണ്. എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 തന്നെ. x/2 പ്ലസ് 60 പ്ലസ് 60 എന്ന് പറയുന്നതാണ് എക്സിന് ഈക്വൽ ആയിട്ടുള്ളത് അല്ലെ. x/2 പ്ലസ് 60 സമം എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യാം? എക്സ് ഒക്കെ ഒരു സ്ഥലത്തും എക്സ് അല്ലാത്ത പദം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോയി എന്ത് ചെയ്യണം? മാറ്റാം അല്ലെ. അതായത് 60ന്റെ അടുത്തുനിന്ന് നമുക്ക് ഈ x/2 പ്ലസ് ആണ്, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താകും? 60 അവിടെ തന്നെ എഴുതാം. ഈക്വൽ ടു എക്സിൽ നിന്ന് x/2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ എന്തായി? പ്ലസ് എന്നുള്ളത് മൈനസ് ആയി. അപ്പൊ x/2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഇവിടെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകിൽ LCM കിട്ടുക എന്ന് വെച്ചാൽ അടിയിൽ 2 ഡിനോമിനേറ്റർ സെയിം ആക്കാനാണ് നമ്മൾ LCM എന്ന് പറയുന്ന സംഖ്യ വെച്ച് മൾട്ടിപ്ലൈന്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ആണ് LCM വരാം. 1 × 2 2 ആകണമെങ്കിൽ ഈ ആദ്യത്തെ 1നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അടിയിൽ മാത്രം ഗുണിച്ചാൽ പോരാ, ഗുണിക്കേണ്ടത് എന്താ പറയാ, ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ എത്ര സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈനെ ഗുണിക്കുന്നത് അതിനെ അംശം കൊണ്ട് ന്യൂമറേറ്റർ കൊണ്ട് ഗുണിച്ചിരിക്കുക. അപ്പൊ 2 × x 2x മൈനസ് അപ്പുറത്ത് ഓൾറെഡി എക്സ് അതിന്റെ അടിയിൽ കിടക്കുന്നത് ഡിനോമിനേറ്റർ 2 തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി അത് മാറ്റേണ്ട ആവശ്യമില്ല. ബൈ 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 1 × 2 2, അപ്പുറത്തും 2 തന്നെയാണ്. 2x ന്ന് ഒരു എക്സ് പോയാൽ ബാക്കി എന്തുണ്ട്? എക്സ് ഉണ്ട് അല്ലെ. അപ്പൊ എക്സ് ഉണ്ട്. അപ്പൊ x/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നത്, അത് ക്ലിയർ ചെയ്യാണ്. ഇത്ര വരെ മനസ്സിലായോ? 60 സമം 2x മൈനസ് x/2 എന്നാണ്. 2x മൈനസ് x/2 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അതൊന്നുകൂടി ചെറുതാക്കുമ്പോ 60 സമം 2x ന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി x/2. ഇതിവിടെ /2 അതായത് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാനായിട്ട് ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ചാടിക്കും. ഡിവൈഡ് ചെയ്യാനുള്ളത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്താകും? മൾട്ടിപ്ലിക്കേഷൻ ആകും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആകും. ഹരിക്കാനുള്ളത് ഒരു സ്ഥലത്ത് നിന്ന് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എപ്പോൾ മാറിയാലും ഭിന്നമാണ്. ആരാത് സൗണ്ട് അൺമ്യൂട്ട് ചെയ്ത് തരാ? ആരുടെയാണ് മ്യൂട്ട് ചെയ്തോ? ഓക്കെ. അപ്പോ 60 × 2 എക്സിന്റെ വില നമുക്ക് കിട്ടി. എത്രയാണ്? സംഖ്യ നമ്മൾ തന്നിരുന്ന സംഖ്യ. ഇനി നമുക്ക് അത് ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. അതായത് സംഖ്യയുടെ 50%, സംഖ്യയുടെ 50% എന്ന് പറയുമ്പോൾ 120ന്റെ 50% എത്രയാണത്? 60. 60 തന്നെ കൂട്ടി അപ്പൊ സംഖ്യ കിട്ടും എന്നാ പറഞ്ഞത്. അതാണല്ലോ, ശരിയാണല്ലോ ആ ഒരു ഇക്വേഷൻ. അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 60നോടുകൂടെ 60 കൂട്ടി കഴിഞ്ഞപ്പോ 120 ആണ് കിട്ടുക. സംഖ്യ 120 ആണ്. അതിന്റെ പകുതി എടുത്തിട്ട് 60 കൂട്ടിപ്പോ അപ്പോഴും സംഖ്യ തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ 120 അതാണ് ആൻസർ. കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 1/8 ആണോ? 1/8ന്റെ വർഗം. What is the square of 1/8? 1/8ന്റെ വർഗം എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. ആൻസേഴ്സ് 1/64, 1/√8, 1/16 and 1/64.
1/64. 1/64 ആണ്. 1/8 സ്ക്വയർ. 1/8 എന്തിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദശാംശമായാലും അതുപോലെ ഫ്രാക്ഷൻ ആയാലും, അപ്പൊ അതിന്റെ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞ അംശവും ഛേദവും ഒരുപോലെ സ്ക്വയർ ചെയ്യണം കേട്ടല്ലോ. അംശത്തിന്റെയും സ്ക്വയർ കാണണം, ഛേദത്തിന്റെയും സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ 1ന്റെ സ്ക്വയർ ബൈ അടിയിൽ ഛേദത്തിന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെ, 8ന്റെ സ്ക്വയർ 64 ആണ്. സോ 1/64 ആണ് മൂന്നാമത്തേന്റെ ആൻസർ. 1/64. അടുത്ത ക്വസ്റ്റ്യൻ, √6 + √3 അതല്ലേ? √6 + √3. ഓക്കെ. √6 + √3 ഇൻറ്റു √6 - √3. ഇതിന്റെ ഉത്തരം എത്രയാണെന്നാണ് ചോദ്യം. 2 ഒരേ സംഖ്യകൾ തന്നെ പ്ലസും മൈനസും ഇട്ട് 2 ബ്രാക്കറ്റുകളിലായിട്ട് തന്നാൽ, അതായത് ഇതൊരു ഫോർമാറ്റ്, ഒരു ഐഡന്റിറ്റി ആണ്, ഒരു സർവ്വസമവാക്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ സാധാരണ കാണാറുള്ള. ഏതാണത്? അത് തന്നെ A + B ഇൻറ്റു എയും ബിയും ഒരേ സംഖ്യകൾ. ഇപ്പുറത്തും അതുപോലെ തന്നെ A - B, ഏത് എയും ബിയും തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണേ, പക്ഷെ പ്ലസ് മൈനസ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ A + B ഇൻറ്റു A - B ഫോർമാറ്റിലാണ് അത് കിടക്കുന്നത്. അതിന്റെ ഉത്തരം നമുക്കറിയാം, A² - B² അല്ലെ? A² - B². A² - B² ഫോമിലേക്ക് നമ്മളപ്പോ ഈ സംഭവത്തിനെ കൊണ്ടുവരണം. ഏത്? √6 + √3 ഇൻറ്റു √6 - √3 എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ √6² - √3² അല്ലെ? അപ്പൊ നോക്കിയാ റൂട്ടും സ്ക്വയറും ഒപ്പം വരുമ്പോ നിങ്ങൾ വേറെ കണ്ണടച്ച് ഒന്നും നോക്കണ്ട, അതിങ്ങനെ എടുത്ത് എഴുതിയാൽ മതി, ആ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. 6 - 3. 6 - 3 എത്ര ഉത്തരം? 3. യെസ്, 3 ആണ് ആൻസർ കിട്ടുക. സംശയമില്ലല്ലോ? അതിന്റെ ബ്രാക്കറ്റിൽ ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാട്ടോ, ഐഡന്റിറ്റി എഴുതി വെക്കുക. A + B ഇൻറ്റു A - B ഫോർമാറ്റിലാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു A² - B² ആണ്. അവിടെ എഴുതി വെക്കാതെ A + B ഇൻറ്റു A - B ഈക്വൽ ടു A² - B². അറിയില്ലാത്തവര് അത് എഴുതി വട്ടം വരച്ചോ ബോക്സ് വരച്ചോ ഒക്കെ സൂക്ഷിക്കാം. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. വേറെ ഒന്നും നോക്കണ്ട, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരേപോലത്തെ സംഖ്യ പ്ലസും മൈനസും മാത്രം മാറിയിട്ടുള്ളൂവെങ്കിൽ ആ തന്നേക്കുന്ന സംഖ്യകൾ തമ്മിൽ അവിടെ കുറച്ച് നേരം വേഗം കണ്ണടച്ച് ഉത്തരം എഴുതാം. അപ്പൊ 6 - 3 √7 + √5 ഇൻറ്റു √7 - √5 എന്തൊരു ആൻസർ? വേഗം പറഞ്ഞേ ഒറ്റടിക്ക്. 2. 2 ആണ്. 7 5 തമ്മിൽ കുറച്ചാൽ മതി. അതെ, 2 ആണ്, കറക്റ്റ് ആണ്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ അത് ഇതാണ്. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അതാണോ ക്വസ്റ്റ്യൻ? മാർക്ക് ചെയ്തിരുന്നില്ല. അതെ, ഒരു ക്ലാസ്സിൽ 40% ആൺകുട്ടികളായാൽ ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. ആകെ മൊത്തം 50 കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. ഈ 40% ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഓഫ് 50 സ്റ്റുഡൻസ് ആർ ബോയ്സ്, ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം അതാണ്. 5ാമത്തെ ഉത്തരങ്ങൾ വായിക്കാം. 26, 30, 29, 35. ഒന്ന് പറയോ? അത് പറയാം. അതായത് 50 കുട്ടികളാണ്. കുഴപ്പമില്ല, പറയാം. ആകെ 50 കുട്ടികളാണ് ഉള്ളത്. അതില് 40% ആൺകുട്ടികളാണെന്ന്. 40% ആൺകുട്ടികൾ എന്ന് പറയുമ്പോ അങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ ശതമാനം എത്രയായിരിക്കും? 60. 100% അല്ലെ? അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ എന്തിന്റെയും പെർസെന്റേജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയില്ലേ എന്തെങ്കിലും ഒരു സംഭവത്തെ ഭാഗിക്കണമെങ്കിൽ, അതായത് ഈ അങ്ങനെ വീതിക്കണമെങ്കിൽ, ഭാഗിക്കില്ലേ, ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോട്ടലിനെ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്, എത്ര ആളുകൾ ഉണ്ടെന്ന് നോക്കും, അതനുസരിച്ച് അത്രയും പീസുകൾ നമ്മൾ ആക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആ 1 കേക്കിനെയാണ് നമ്മൾ പീസാക്കി. അപ്പൊ 1ൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള ഫ്രാക്ഷൻസിന്റെ രൂപം കൊടുക്കുക. അതുപോലെ തന്നെ പെർസെന്റേജിനും അതുപോലെ ഒരു സം ടോട്ടൽ ഉണ്ട്. പെർസെന്റേജിന്റെ സം ടോട്ടൽ എന്ന് പറയുന്നത് മാക്സിമം പെർസെന്റേജിനെ നമ്മൾ വിളിക്കുന്ന പേര് 100% എന്നാണ്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ 100% അല്ല, 150% ശരിയാണ്, 200% ശരി, അത് അവരെ ആ സ്ട്രെസ് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് പെർസെന്റേജ് ഓൾവേസ് അത് 10% അല്ലെങ്കിൽ 100% എന്നാണ് പറയാ. 100 എന്ന് പറഞ്ഞാൽ എന്താ പറയാ മാക്സിമം ആണ്, അതിന്റെ അപ്പുറത്തില്ല ഇനി. പക്ഷെ എന്താ പറയാ സംസാരിക്കുമ്പോൾ അതങ്ങനെ വെറുതെ വാക്ക് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോഴൊക്കെ എന്താ പറയാ ടോട്ടൽ ഒരു പെർസെന്റേജിന്റെ സം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് 100 ആണ്. അതില് 40% ആൺകുട്ടികളാ. 40% ആൺകുട്ടികളാന്ന് വെച്ചാൽ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ഗേൾസ്. ബാക്കിയുള്ളവര് ആരായിരിക്കും? പെൺകുട്ടികളായിരിക്കും അല്ലെ? ബാക്കിയുള്ളവര് പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ ശതമാനം കിട്ടിയിട്ടുണ്ട് 50ന്റെ 60% കണ്ടുപിടിച്ചാൽ പോരെ.
50 കുട്ടികളില് 60% പെൺകുട്ടികളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 × 60/100 ആണ് ചെയ്യേണ്ടത്. 40/100 ചെയ്യരുത്. അപ്പൊ ഒരു പൂജ്യം ഇവിടെ മുകളിൽ നിന്ന് മടിയിൽ നിന്ന് വെട്ടാം. പിന്നെ വീണ്ടും 100ന്റെ ഒരു പൂജ്യവും 50യുടെ ഒരു പൂജ്യവും വെട്ടാം. ബാക്കിയുള്ളത് 5 × 6 ആണ്. 5 × 6 30 പെൺകുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ എത്ര എണ്ണം ഉണ്ടാകും? ചിലപ്പോ ഇങ്ങനെ തന്നിട്ട് ആൺകുട്ടികളുടെ എണ്ണവും അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആൺകുട്ടികൾ എത്രയുണ്ട്? അപ്പൊ ബാക്കിയുള്ളതല്ലേ ആൺകുട്ടികള്? 20 ആണ്. 20 ആണ്. ഓക്കെ, നമ്മള് കൊണ്ടുവന്ന നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഞാൻ ഒരു വേറെയാണ് തന്നെ. ഇതുപോലെ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ തരാം. ഈ ഒരു ടോപ്പിക് ഇന്നത്തോട് തരും. അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് വന്നപ്പോ ഒരു ബോറടി ഫീൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെയാ ചെയ്ത് നിർത്തിയത്? തീർന്ന എത്ര വരെ ചെയ്തിരുന്നു? ഇനി 15 മുതൽ 13 വരെ ചെയ്തു. 13 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. 13 വരെ ചെയ്തു. അതായത് 5000 ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം വരെ ചെയ്ത അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് 14 ചെയ്യണം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡാഷ് 24, ഡാഷ് 24, 52 42 ഡാഷ് 42. മിസ്സിംഗ് ടേം ഇവിടെയാണ്. ഇത് ഇവിടെ മിസ്സിംഗ് അല്ല, ഈ അറ്റത്ത് കിടക്കുന്നതാണ് മിസ്സിംഗ്. അത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. എന്താണ്? 18, 12, 8, 6. എത്രയാ? 6 ഉത്തരം. എല്ലാവർക്കും കിട്ടിയോ? 6 ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കണക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഇരുന്നതൊക്കെ കുറെ കാര്യം ചെയ്തതാണ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ ഈ മുമ്പിൽ കിടക്കുന്ന സംഖ്യ, ഇതാണ് മിസ് ചെയ്യുന്ന സംഖ്യ എന്ന് പറയുന്നത്. മറ്റേത് കുത്തിട്ട അതിന്റെ അർത്ഥം അവിടെ മിസ്സിംഗ് ഇല്ല. അത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കുറച്ച് കുത്തിടും. എന്ന് വെച്ചാൽ അതങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകുന്നു, കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്താണത്. അവിടെ അല്ലാട്ട മിസ്സിംഗ് നമ്പർ മുമ്പിലാണ്. അപ്പൊ 24, 42 ഉണ്ട്. 24ന്റെ മുമ്പിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് എളുപ്പത്തിൽ ചെയ്യാലോ. 24, 42 എത്ര വീതമാണ് കൂട്ടിയിട്ട് 24നോടൊപ്പം എത്ര ആഡ് ചെയ്തിട്ടാണ് 42 കിട്ടിയേക്കണേന്ന്. ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. 42ൽ നിന്ന് 24 കുറച്ചാൽ എത്ര കിട്ടും? 42ൽ നിന്ന് 24 കുറച്ചാൽ എത്ര കിട്ടും? 18 കിട്ടും. ഇനി നോക്കിയേ, 18 ആണ്. അപ്പൊ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ 18 വീതമാണ് കൂട്ടി പോയേക്കണേ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ 24ന്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന സംഖ്യ കാണണമെങ്കിൽ, അതായത് T1 ആദ്യത്തെ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 24ൽ നിന്ന് 18 കൂട്ടുകയാണോ ചെയ്യണ്ടേ? ആണോ? മൈനസ് ചെയ്യണം. 24ൽ നിന്ന് 18 മൈനസ് ചെയ്യണം. 24ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 6. അപ്പൊ ആദ്യത്തെ സംഖ്യ നോക്കിയേ, 6. 6ന്റെ കൂടെ 18 കൂട്ടി 24, 24ന്റെ കൂടെ 18 കൂട്ടി 42. ഇനി വീണ്ടും അതുപോലെ തന്നെ 42ന്റെ കൂടെ 18 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും 60 കിട്ടും. കിട്ടൂലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1, 3, 5 അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്രേണിയാണ്. 1, 3. ദ സീക്വൻസ് ഓഫ് എന്തിന്റെ സീക്വൻസ് അത്? എത്ര എന്തിന്റെ സീക്വൻസാ? ഓഡ് നമ്പർ. 131 ആണോ 31 എന്നാണോ? 131 അങ്ങനെയാണോ എഴുതിയേ? അല്ല, 31 ആണോ അല്ലേ? 131 വെച്ചിട്ട് ഓക്കെ, 31 ചെയ്തപ്പോ നിങ്ങൾക്ക് എത്ര കിട്ടി ആൻസർ? 256. 256 ആണ് ആൻസർ. കറക്റ്റ് ആണ്. 256 കേട്ടാ. 256 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ല? ഇതൊന്ന് ചെയ്യോ? ചെയ്യാം. 256 31 വെച്ചിട്ടാണെങ്കിലാണ് 256 ആൻസർ വന്നേക്കണേ. പക്ഷെ ഞാൻ എഴുതിയപ്പോ 131 വെച്ച് ചെയ്തു പോയി. ബാക്കിയുള്ള ഒരു 131 ആണെങ്കിൽ ലാസ്റ്റ് ടേം, ഇഫ് ദ ലാസ്റ്റ് ടേം ഈസ് 131, 131 ആണ് അവസാനത്തെ സംഖ്യ എങ്കിൽ അതിന്റെ ഉത്തരം എത്രയാണെന്ന് നിങ്ങൾ വേഗം ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോ.
അതിന്റെ ഉത്തരം ആണ് ഞാൻ ഇവിടെ ചെയ്തേക്കണേ. 924 എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് 131 പെട്ടെന്ന് ചെയ്തു പോയി. എന്താണോ പ്ലസ് ചിലപ്പോൾ ഞാൻ അത് 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം 256 കറക്റ്റ് ആണ് കേട്ടോ. പ്ലസ് ഇട്ടിട്ട് ലാസ്റ്റത്തെ സംഖ്യ 31 ആണെങ്കിലാണ് 256. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ്സിലെ ഒരു 750ന്റെ കണക്ക് പറഞ്ഞിരുന്നു അല്ലെ. 7500 എഴുതുന്നതിന് പകരം നമ്മൾ 750 ആണ് ഞാൻ എന്റെ നോട്ടിൽ എഴുതിയിരുന്നത് അല്ലേ അല്ലേ. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഉണ്ടായില്ല എല്ലാവരും. അതെ. അപ്പൊ നമ്മൾ അവിടെ തിരുത്തിയിട്ടല്ലേ പോയത്. ഞാൻ പറഞ്ഞല്ലോ അത് ഇടാൻ ചിലപ്പോ വിട്ടുപോയതാവാം. അപ്പൊ എന്ത് ചെയ്തു, നിങ്ങളോട് അത് ആഡ് ചെയ്ത ഒരു 0 അവിടെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. 50 × 150 അറിയാലോ, 7500 തന്നെയാണ്. 2 0 ഇടണം അല്ലെ. 15 × 5 ഗുണിച്ചതിന് ശേഷം 75 കിട്ടും. 2 0 ഇടണം. 50ന്റെ ഒരു 0 ഇടണം. 150ന്റെ ഒരു 0 ഇടണം. 2 0 ബൈ മിസ്റ്റേക്ക് അത് ഒരു 0 ഞാൻ ഇട്ടുള്ളൂ. അപ്പൊ അന്നേരം ആരോ ക്ലാസ് റെഗുലർ കാണുന്ന ആളാണോ അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡഡ് വീഡിയോ കാണാത്ത ആളാണോ എനിക്കറിയില്ല. അപ്പൊ അത് സംശയം അവിടെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ് നമ്മൾ അന്നേരം ക്ലാസ്സിൽ തിരുത്തി. അതിപ്പോ നമ്മൾ നോട്ട് നേരത്തെ തരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട്. ഇപ്പൊ ചെയ്യുമ്പോ ചിലപ്പോ ഇതുപോലെയുള്ള സംഖ്യകൾ ഏതെങ്കിലും ഒരെണ്ണം മിസ്സാകുകയോ അതിന് പകരം വേറൊരു അക്കമായിട്ട് ചിലപ്പോ അവര് തരുന്ന ക്വസ്റ്റ്യൻസിലും ചിലപ്പോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. കറക്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോണേ. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നിങ്ങൾ കറക്ഷൻ വരികയാണെങ്കിൽ അറിയിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അത് ക്ലാസ് കഴിയുമ്പോൾ അത് തിരുത്തി പോകണ്ടോന്നും കൂടി ഒന്ന് നോക്കിയേക്കാം. അപ്പൊ എത്ര കിട്ടിയത്? 131 ആണെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക ബാക്കിയുള്ളവര്. അപ്പൊ ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഓഡ് നമ്പേഴ്സിന്റെ ഓഡ് നമ്പർ ആണ് തന്നേക്കണേ. 1 3 എത്രയാണ് പറഞ്ഞേക്കുന്നത്? 1 3 5 അല്ലെ. ആ ചോദ്യല്ലേ? 1 3 5. അതെ, ആ ക്വസ്റ്റ്യൻ ഇല്ല എന്റെ ക്വസ്റ്റ്യൻ ശരിയാണ് കേട്ടോ. ഞാൻ നോക്കിയതാണ്. ഓക്കെ, 256 തന്നെയാണ് ഞാൻ എഴുതിയേക്കണം. ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ മാറിപ്പോയതാ. 131 വെച്ചാ ചെയ്തേക്കണേ. നോക്കാട്ടെ, അറിയില്ല എന്ന് പറഞ്ഞ ആളിച്ച് ശ്രദ്ധിക്കാം. 1 3 5 അങ്ങനെ ഒറ്റ സംഖ്യയുടെ ഒരു ശ്രേണിയാണ് തന്നിരിക്കുന്നത്. ഓഡ് നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ്. ലാസ്റ്റത്തെ നമ്പർ 31 ആണ് തന്നേക്കണേ. നിങ്ങളോട് ഇതിന്റെ ഇതെന്താ പ്ലസ് ഇട്ടതിന്റെ അർത്ഥം എന്താ? പ്ലസ് ഇട്ടതിന്റെ അർത്ഥം ഇവിടെ പ്ലസ് ഇട്ടാ തന്നേക്കണേ. പ്ലസ് ഇടുന്നതിന്റെ അർത്ഥം സം ഓഫ് ദി സീക്വൻസ് 1 മുതൽ 31 വരെ എഴുതി പോകുന്ന ഒരു ഒറ്റ സംഖ്യാ ശ്രേണിയിൽ അവയുടെ തുക എത്രയാണെന്നാ ചോദിച്ചേ. നമുക്കറിയാം തുക കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നോക്കിയ ഫസ്റ്റ് ടേം ഒന്നാമത്തെ പദവും ഉണ്ട്, ലാസ്റ്റ് ടേം 31 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുക കാണാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. n/2 × x1 + xn എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം x1 എന്ന് പറയുന്നത് 1 ഉണ്ട്, അതുപോലെ xn എന്ന് പറയുന്നത് 31 ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സാധനം ഇല്ല ഇതിനകത്ത്. ഏതാ ഇല്ലാത്തതെന്ന് അറിയോ? എത്ര പദം ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടില്ല ഇതിനകത്ത്. 1 3 5 7 അങ്ങനെ പോകും 9 വരെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര പദം ഉണ്ട് ഒന്ന് പറയാമോ? എത്ര പദം ഉണ്ട് അതിനകത്ത്? 16 പദം. 16 പദമാണ്. 16 പദം നിങ്ങൾക്ക് അറിയാലോ. അതായത് നമുക്ക് 1 തുടങ്ങി 30 വരെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് 15 പദമാണ്. പക്ഷെ 31 കൂടി അതിനകത്ത് ഉൾപ്പെട്ടേക്കുന്നത് കൊണ്ട് 16 പദം ഉണ്ട്. അത് നമ്മള് ഒന്നിലേ അങ്ങനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എത്ര പദം ഈ ഒരു ശ്രേണിയിൽ വരാം എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ കുറയ്ക്കാം. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് എത്ര പദം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇതിപ്പോ 1 3 5 7 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി ആയതുകൊണ്ട് 1 മുതൽ 30 വരെയാണെങ്കിൽ there will be 15 terms, 15 പദം ഉണ്ടായിരിക്കും. എന്നാൽ 31 കൂടി അതിനകത്ത് വന്നേക്കുന്നത് കൊണ്ട് എന്താണ്? 16 പദം. കറക്റ്റ് ആയിട്ട് 16 പദങ്ങളാണ് ഈ ഒരു ശ്രേണിയിൽ വരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. ഇനി 16/2 ബ്രാക്കറ്റിനകത്ത് 1 + 31. 1 എന്ന് പറയുന്നത് x1, 31 എന്ന് പറയുന്നത് x2. ഈ രണ്ടിനെ നമുക്ക് 16 കൊണ്ട് വെട്ടാം. 8 പ്രാവശ്യം പോകും. അപ്പൊ 8 × എത്ര കിട്ടി? 8 × 32 എത്ര കിട്ടാപ്പ? 8 × 32 നോക്ക്. 256. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 1 + 3 + 5 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യാ ശ്രേണിയാണ്. 31 വരെയാണ്. നമുക്കറിയാം 16 സംഖ്യകളാണ് ഈ ഒരു ശ്രേണിക്കകത്തുള്ളത്. നമുക്ക് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണെങ്കിൽ അതിന്റെ ഈ സം കാണാൻ നമ്മൾ വേറൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ഏതാണത്?
n സ്ക്വയർ n സ്ക്വയർ അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിലും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒറ്റ സംഖ്യകളുടെ ശ്രേണിയായാലും ഇരട്ട സംഖ്യകളുടെ ശ്രേണിയായാലും നമുക്ക് n/2 ഇൻറ്റു x1 പ്ലസ് xl കൊടുത്ത് ചെയ്യാൻ പറ്റും. ഏത് ശ്രേണി വേണമെങ്കിലും നമുക്ക് ആ ഒറ്റ കുഞ്ഞ് ഇക്വേഷനിൽ ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെ സെപ്പറേറ്റ് ഇക്വേഷൻസ് പഠിച്ചതുകൊണ്ട് ആ രീതിയിലും ചെയ്യാം. അപ്പൊ n എന്ന് പറഞ്ഞാൽ 16 സംഖ്യകളാണ് 1 മുതൽ 31 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് വരിക. സോ 16ന്റെ സ്ക്വയർ ആണ്. 16ന്റെ സ്ക്വയർ ആയാലും നമുക്കറിയാം അത് എത്രയാണ്? 256 ആണ്. രണ്ട് രീതിയിലും ചെയ്യാം. ക്ലിയർ ആയോ? സംശയം ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ചോദ്യം നെഗറ്റീവ് 20. അതാണോ ചോദ്യം? അതെ അതെ, -20 നെഗറ്റീവ് -20 -10 0. അതില് ആദ്യത്തെ 10 സംഖ്യകളുടെ 10 പദങ്ങളുടെ തുക കാണാനാ പറഞ്ഞേക്കണേ. -20 -10 0 എന്നീ ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ n എന്ന് പറയുന്നത് 10 ആണ്. 10 സംഖ്യകളുടെ തുക കാണാനാ പറഞ്ഞേക്കണേ. 2500 250 25 0. 250 ആണ്. ഇവിടെ അവസാനത്തെ പദം തന്നിട്ടില്ല. അവസാനത്തെ പദം എന്ന് പറയാൻ 10 പദമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവസാനത്തെ പദം കണ്ടുപിടിക്കാം. T10 10ാമത്തെ പദമാണ് T10 എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? A+9D. A+9D ആണ് 10ാമത്തെ പദം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. -20 പ്ലസ് 9D. 9 ഇൻറ്റു D എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ് ഇതിനകത്ത്? കോമൺ ഡിഫറൻസ് എത്ര വീതമാണ് പോയേക്കണേ? പോസിറ്റീവ് 10 അല്ലെ? പോസിറ്റീവ് 10 ആണ്. അതെ, പോസിറ്റീവ് 10. അപ്പൊ അതുകൊണ്ട് 9 ഇൻറ്റു 10 ആണ്. 9 ഇൻറ്റു 10 നമുക്കറിയാം എത്രയാണ്? 9 ഇൻറ്റു 10 90 അല്ലെ? 90ന്ന് -20. അതായത് 90 ഒരെണ്ണം നെഗറ്റീവ് ആണ്. 20ന്റെ ചിഹ്നം നെഗറ്റീവ് ആയതുകൊണ്ട് വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ എന്ത് വരും? 70 ആണ് അവസാനത്തെ പദം. 70 ആണ് ലാസ്റ്റ് ടേം. അതായത് 10ാമത്തെ പദം ഇവിടെ വരുന്ന 10ാമത്തെ പദം എന്ന് പറയുന്നത് കുത്തു കഴിഞ്ഞിട്ട് വരുന്ന പദം 70 ആണ്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ചെയ്ത ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. 10 പദങ്ങളുടെ തുകയാ ചോദിച്ചാൽ ഇപ്പൊ 10/2. ആദ്യ പദം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -20 പ്ലസ് 10ാമത്തെ പദം നമുക്ക് ഓൾറെഡി കിട്ടി 70. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി. 10നെ നമുക്ക് 2 കൊണ്ട് വെട്ടാൻ സാധിക്കും 5 പ്രാവശ്യം. 5 ഇൻറ്റു ഇത് നമുക്കത് അതുപോലെ തന്നെ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 70ന്ന് 20 പോയാൽ 50 അല്ലെ? അപ്പൊ 5 ഇൻറ്റു 50 25. 5 25 പിന്നെ ഒരു 0 കൂടി ഇട്ടാ 250. 250 ആണ് ഉത്തരം. കിട്ടിയോ? 250. സംശയം ചോദിച്ച ആൾക്കാര് തന്നെത്താനെ ചെയ്തു നോക്കട്ടെ. ഈ കണക്കുകള് എല്ലാം ഇങ്ങനെ നോക്കി തന്നെ ചെയ്യരുത്. ചെയ്തെന്തുകൊണ്ടാ n+n+1 ചെയ്യാത്ത? ഏതാ n+1 ചെയ്യാത്ത എന്തുകൊണ്ടാ? സമ്മല്ലേ ചോദിച്ചത്? അതെ, എന്താ ചോദിച്ചേക്കണത്? ഇവിടെ സമ്മല്ലേ ചോദിച്ചേക്കണത്? ക്വസ്റ്റ്യനില് തുക കാണാനല്ലേ പറഞ്ഞേ? തന്നെയുമല്ല n×n+1 എന്തിന്റെ ഇക്വേഷനാ? എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാ? ഇരട്ട സംഖ്യ. ഈവൺ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇരട്ട സംഖ്യയുടെയാണ്. ഇരട്ട സംഖ്യകളുടെ അല്ലേ? ഇരട്ട സംഖ്യകളുടെ ഈവൺ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ ആണ് 2, 4, 6, 8. അതിന്റെ മാത്രം ഇക്വേഷൻ ആണ്. അത് അതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ n² ഓഡ് നമ്പേഴ്സിന്റെ സം കാണാൻ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ n². ഏത് സം കാണാനും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ശ്രേണിയുടെ ആണെങ്കിലും സം കാണണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതൊരു കോമൺ ഇക്വേഷൻ ആണ്. ഇതെല്ലാത്തിനും ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശ്രേണിയുടെ എണ്ണം എത്ര എണ്ണത്തിന്റെ തുക കാണണം അത് ഉപയോഗിക്കാം. x1 ഒന്നാമത്തെ പദം ഉണ്ടോ അതുണ്ടെങ്കിലും അവസാനത്തെ പദം ഉണ്ടോ അതും ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ 3 കൂട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനെ മാത്രം ആശ്രയിച്ചാൽ മതി. എല്ലാത്തിന്റെയും കാണാം. ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, ഒറ്റ സംഖ്യ ആയിക്കോട്ടെ, അല്ലാത്തതായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, ഫ്രാക്ഷൻസ് ആയിക്കോട്ടെ, എത്ര എണ്ണത്തിന് വേണമെങ്കിലും സം കണ്ടുപിടിക്കാം. അത് ഇക്വേഷൻ ഇതാണ്. എന്നാൽ ഈവൺ നമ്പറിന് മാത്രമുള്ളതാണ് n×n+1. n² എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യക്ക് മാത്രമുള്ളതാണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ n×n+1/2 എന്ന് പറയുന്ന ഇക്വേഷൻ. അത് ആ 3 എണ്ണം അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ?
അതാണ് എനിക്ക് ഒന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞത്. 1, 3, 5 അതാണോ ക്വസ്റ്റ്യൻ? അതെ അതെനിക്ക് നേരത്തെ മാറിപ്പോയതാ. കറക്റ്റ് ആണ് ആൻസർ ഇവിടെ തന്നേക്കുന്നതും നിങ്ങൾക്ക് തന്നേക്കുന്ന ആൻസർ കറക്റ്റ് തന്നെയാ. അതിന്റെ ഉത്തരം എത്ര കിട്ടി? 59, 60, 61, 62. 61. 61. 1, 3, 5 എന്ന് പറയുന്ന ശ്രേണി അതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാം. 1, 3, 5 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ തന്നെയാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. 121 is the last number. 121 എന്ന് പറയുന്നതാണ് അവസാനത്തെ സംഖ്യ. അപ്പൊ 120 അതിന്റെ പകുതി നോക്കുക. 120 അതിന്റെ പകുതി നോക്കുക. 120 എന്ന് പറയുന്ന വരെയുള്ള സംഖ്യ ആണെങ്കിൽ അതിനകത്ത് 60 എണ്ണം ഒറ്റയുമാണ്, 60 എണ്ണം ഇരട്ടയുമാണ് അല്ലെ. 60 ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, 60 ഈവൺ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 120 വരെയാണെങ്കിൽ, എന്നാൽ 121 ആണ് നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ടേം എന്നതുകൊണ്ട് ആ 60 ഒന്നുകൂടി കൂട്ടിയത് 61 ആണ് എന്ന് കണക്കേണ്ട ആവശ്യമില്ലല്ലോ. 61 കിട്ടിയിട്ടുണ്ടോ? കിട്ടാത്തവരും ഇനി ആരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? ഒറ്റ സംഖ്യകളൊക്കെ ആയതുകൊണ്ട് ഒറ്റയും ഇരട്ടയൊക്കെ സംഖ്യ വരുമ്പോ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടാതെയാണോ വന്നേക്കണേ? ന്യൂ അഡ്മിഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ, ക്ലാസ് എവിടെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാന്നൊക്കെ. അത് ഇൻഫോം ചെയ്യേ? ചെയ്തില്ല. ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് കഴിയുന്ന ക്ലാസിന്റെ റെക്കോർഡ്സും ഈ റെക്കോർഡ്, അതായത് ഈ നമ്മളുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ് റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ലൈവിന്റെ റെക്കോർഡ് സെൻഡ് ചെയ്യുക. അതായത് ലൈവ് റെക്കോർഡ് ചെയ്തിട്ടാണല്ലോ. അതേസമയം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നോട്ടുകളും ഒക്കെ ആണെങ്കിൽ തലേദിവസം, മാത്സിന്റെ തലേദിവസം എന്തായാലും നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ട് ഇന്നലെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ ബൈ ആഫ്റ്റർനൂണിന് മുമ്പ് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിന്റെ സൊല്യൂഷൻസിന്റെ നോട്ടും ബാക്കി കാര്യങ്ങളും നാളെ, ഇതിന്റെ റെക്കോർഡ് വീഡിയോ ഒക്കെ നാളെ ആയിരിക്കും, അതായത് നാളെ 10 മണിക്ക് ഒക്കെ ആയിരിക്കും സെൻഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഗൂഗിൾ ക്ലാസ് റൂമിനകത്തായിരിക്കും കേട്ടോ. ഓക്കെ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറയുന്നത്, അതൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ. ഇനി സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് കഴിഞ്ഞു. 18, 111, 222, 333 അങ്ങനെ പോയിട്ട് 999 എന്ന് പറയുന്ന ലാസ്റ്റ് ടേം. അതിനകത്ത് എത്ര എന്താണ് ചോദിച്ചേക്കണേ? പദങ്ങളുടെ തുക ആണ്. തുക 999. 111, 212, 999 എന്ന് പറയുന്ന ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കിട്ടി? 999 ആണോ? 4900, 4900 ആണോ? 4995 ആണോ? ആൻഡ് 4959 ആണോ? ഏതാണ് ആൻസർ നോക്ക്. 4995. സിമ്പിള്. എത്ര ടേംസ് ഉണ്ട് ഇതിനകത്ത്? 111, 222 ഇതൊക്കെ വരില്ലെന്നാവുന്ന സംഖ്യകളേ ഉള്ളൂ. ആകെ 9 സംഖ്യയുള്ളൂ. അതായത് 111, 222, 333, 4, 5, 6, 7, 8, 9 അല്ലെ. അപ്പൊ അങ്ങനെ അത്രയും സംഖ്യകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പൊ 111 മുതൽ 999 വരെയുള്ള സംഖ്യകളുടെ എണ്ണം. അപ്പൊ കിട്ടിയേക്കണ ആൻസർ 4995 ആണ്. കിട്ടിയിട്ടില്ല. കിട്ടിയില്ല? മ്യൂട്ട് ചെയ്യും. ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല. സരിതയാണോ? സരിത പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹലോ, സരിത തുറന്നു വെച്ചിട്ട് പോയാ? ഓക്കെ. അതായത് 111, 222 അങ്ങനെ എഴുതുന്ന 999 വരെയുള്ള സംഖ്യകളിൽ 9 സംഖ്യകളാണ് ഉള്ളത്. അറിയാലോ. 11, 111, 1, 2, 3, 4 അങ്ങനെ എണ്ണിയാൽ മതി. 1 വെച്ചിട്ട് അങ്ങനെ എല്ലാം എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ആ 3 സംഖ്യകളുടെ എല്ലാ ഡിജിറ്റും സെയിം ആയിട്ട് വരുന്ന സംഖ്യകൾ മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. അപ്പൊ 9 സംഖ്യയുണ്ട്. 9/2 ഇൻറ്റു x1 പ്ലസ് xn. x1 എന്ന് പറഞ്ഞാൽ 111 പ്ലസ് xn എന്ന് പറഞ്ഞാൽ 999. ഇത്രയല്ലേ ഉള്ളൂ ചെയ്യാനായിട്ട്. 9 നമുക്ക് 2 കൊണ്ട് വെട്ടാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാം? 111നെ 999 കൊണ്ട്
ആഡ് ചെയ്യാം, 10 കൂട്ടുക, കൂട്ടി കഴിഞ്ഞിട്ട് ആ കിട്ടിയ ആൻസർ കൊണ്ട് നമ്മൾ ഗുണിക്കോ ഹരിക്കോ ഒക്കെ ചെയ്താൽ മതി. എത്ര കിട്ടും? കൂട്ടുമ്പോ 111 999 കൂട്ടുമ്പോ എത്ര കിട്ടും? 110 ഇതല്ല കിട്ടാ 1110 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഒന്നിൽ 9 കൊണ്ട് എന്താ പറയാ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 2 വെച്ച് ഹരിക്കാം, അല്ലെങ്കിൽ 2നെ 1110 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടിയ ആൻസർ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസർ ഗുണിച്ചിട്ട് ഹരിക്കുകയോ ഹരിച്ചിട്ട് ഗുണിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. 4995. ഗുണിക്കാനും ഹരിക്കാനൊക്കെ അറിയാലോ. അതാണ് ഉത്തരം കിട്ടണ്ടേ. ആരും എന്തോ ചോദിച്ചില്ല അതിനിടയ്ക്ക്? 9/2 കിട്ടിയത് മനസ്സിലായില്ല. 9/2 എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ ഇക്വേഷൻ എന്താ? സം കാണാനുള്ള ഇക്വേഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞല്ലോ. ഏത് ശ്രേണിയുടെ ഏത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആയാലും സം കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. n എന്താണ്? n വാട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എണ്ണം എണ്ണം തന്നെയാണ് n. എല്ലാ കണക്കിലും എണ്ണം തന്നെയാണ് n എന്ന് പറയുന്നത്. ഒരു കണക്കില് അത് വരുമ്പോ മാറുന്നില്ല. എല്ലാത്തിലും നമ്പർ ഓഫ് ടേംസിനെയാണ് n എന്ന് പറയുന്നത്. അതിനെ ഷോർട്ടാക്കിയാണ് n എന്ന് പറയാ. എത്ര സംഖ്യകൾ ആ ഒരു ശ്രേണിയിൽ വരുന്നു? 111, 222, 333, 444, 555, പിന്നെ 666, അങ്ങനെ 999 വരെ വരുമ്പോ 9 സംഖ്യകളാണുള്ളത്. ആ ഒരു ശ്രേണിയിൽ 9 സംഖ്യകളുണ്ട്. അപ്പൊ 9/2 അങ്ങനെയാണ് 9 വന്നേക്കണേ. മനസ്സിലായി? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഇനിണ്ടാ അതിനകത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3n-2 ഇതിലെ nth ടേം എന്താണ്? ഈസ് ദ nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അതിന്റെ ഏത് ശ്രേണിയുടെ ആണെന്നാണ് ചോദിച്ചത്. 3n-2 എന്ന് പറയുന്നത് ഏത് സമാന്തര ശ്രേണിയുടെ അരിത്തമെറ്റിക് എന്താ പറയാ ഓൾജിബ്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 1 4 1 3 5 2 4 6 1 4 7 നൺ ഓഫ് ദീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 4 7 കറക്റ്റ് ആണ്. ഈ എന്നിന്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. 1 കൊടുക്കുക, മനക്കണക്കായിട്ട് ആലോചിച്ചാൽ മതി. 3 × 1 3 തന്നെ -2. അപ്പൊ നമുക്ക് 1 കിട്ടും. ആദ്യത്തെ സംഖ്യ 1 കൊടുത്താൽ എന്നിന്റെ സ്ഥാനത്ത് എത്രാമത്തെ പൊസിഷനിലെ സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. എന്നിന്റെ സ്ഥാനത്ത് 1 2 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് കൊടുത്താൽ മതി. 3 × 1 3, 3 ന്ന് 2 കുറച്ചാൽ 1, അത് കിട്ടി. ഇനി അടുത്തത് 2 കൊടുക്കുമ്പോൾ 3 × 2 -2, 3 × 2 6, 6 ന്ന് 2 കുറച്ചാൽ 4. അപ്പൊ തന്നെ കറക്റ്റ് നമുക്ക് തന്നേക്കണ ഓപ്ഷന്റെ അടുത്തേക്ക് എത്തി. ഞാൻ പറഞ്ഞ ഓപ്ഷൻസിൽ 1 3 5, 2 4 6, 1 4 7. അപ്പൊ 2 കിട്ടിയല്ലോ. 2 അരിത്തമെറ്റിക് സീക്വൻസിന് 1 4 വരെ കിട്ടി. അപ്പൊ അടുത്ത സംഖ്യ ഇനി 7 ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇനി ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ ആൻസർ അവിടെ വന്നിട്ടുണ്ട്. ആൻസറിന് 2 അക്കം കിട്ടിയല്ലോ. 1 4 7 എന്ന് പറയുന്ന ശ്രേണിയുടെ ആൾജിബ്ര ബീജഗണിത രൂപം അല്ലെങ്കിൽ nth ടേം ആണ് 3n-2 എന്ന് പറയുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ 1/2n. അതിനകത്ത് 1/2n+1 അതിന്റെ കോമൺ ഡിഫറൻസ് ഏതാണെന്നാ ചോദിച്ചത്. കോമൺ ഡിഫറൻസ് 1/2. 1/2. ഇത് നമ്മള് 1/2 ആണ്. 1/4, 1/2, 3/4, 1. ഇത് നിങ്ങൾക്ക് 1-ാം പദം 2-ാം പദം 3-ാം പദം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓർത്താ മതി, എന്നിനോട് ചേർന്ന് എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഖ്യ എന്നിന്റെ ഗുണോത്തരം എന്നാണ് പറയാ. കോഎഫിഷ്യന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗുണോത്തരം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 3x എന്ന് എഴുതുമ്പോ ഈ എക്സിന്റെ അടുത്ത് വരുന്ന സംഖ്യ അതിനെ ഗുണോത്തരം എന്നാ വിളിക്കുക, കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. അങ്ങനെ n എന്ന് പറഞ്ഞ് ചേർന്ന് വരുന്നതിനകത്ത് അതിന്റെ ചേർന്ന് വരുന്ന ആ കോഎഫിഷ്യന്റ് ഗുണോത്തരമായിട്ടുള്ള സംഖ്യയാണ് കോമൺ ഡിഫറൻസ്. ഏതിന്റെ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ 3n+7 അതിലെ ഏതാണ് നിങ്ങളോട് കോമൺ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? 3 എന്ന് പറയും. ഓക്കെ, ഉണ്ടാവുമല്ലോ. പിന്നെ ചെയ്തു നോക്കണമെന്ന് നിർബന്ധമില്ല. 1-ാം പദം 2-ാം പദമൊക്കെ ഇനി ശ്രേണിയാണ് രൂപീകരിക്കാൻ പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ല കോമൺ ഡിഫറൻസ് ആണ് കാണണമെന്ന് പറയണമെങ്കിൽ ചെയ്യണ്ട. ആ എന്നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന എന്താ പറയാ കോഫിഷ്യന്റ് ഗുണോത്തരം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയാ ബാക്കി വെച്ചിരുന്ന. ഇന്ന് ഇതുപോലെ അതിന്റെ ഒരു കൺക്ലൂഷൻ അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ കുറച്ച് ഈ കഴിഞ്ഞ ശ്രേണിയിലെ 11ാമത്തെ കണക്കില്ലേ, ആ
n ഇൻറ്റു എന്ന് പറയും ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഡി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ല ചെയ്യണ്ടേ? ഓൾറെഡി -8 ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ പറയാമോ? ഒരു 11th ക്വസ്റ്റ്യൻ മിസ്സേ. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്നുള്ളതില്ലേ, ആ അതില് നമ്മള് 20 - 1 × 5 എന്ന് കൊടുക്കുമ്പോ ഈ 20നെ 5 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാതെ മൈനസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യണ്ടൂ. 20 ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 20 / 2 × 10 പ്ലസ് ആ 20 - 1നെ നേരിട്ട് എടുത്ത് എഴുതുക വേണ്ടത്, അല്ലാതെ 20 × 5 - 1 × 5 എന്ന് പറഞ്ഞിട്ട് എഴുതുക വേണ്ടത്. 20 - 1 ചെയ്തിട്ട് ഇൻറ്റു ചെയ്യണം. ആ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. അല്ല, നമ്മള് നേരത്തെ n - 1 × d എന്ന് പറയുന്നു നമുക്ക് ചെയ്യലില്ല ഒരു ഇക്വേഷനില്. ഇത് a പ്ലസ്, അപ്പൊ അതില് n × d പിന്നെ 1 × d എന്ന് പറഞ്ഞല്ലേ നമ്മൾ ചെയ്യല്. ആ ഇതിൽ അതേപോലെ അല്ല ചെയ്യണ്ടേ? പറയട്ടെ, ലാസ്റ്റ് പദമില്ല അതില്ലേ n - 1 ചെയ്തിട്ടാണ്. n വരുന്നത് കൊണ്ടാണ് നമ്മൾ n-നെയും d കൊണ്ട് ഗുണിച്ചു, ആ -1നെയും d കൊണ്ട് ഗുണിച്ചേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പൊ നോക്കിയാ ഞാൻ ഇങ്ങനെ ഒരു ഇത് ഇതാണ് 7 + 20 - 1 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ ഇവിടെ ഒരു 5 കൊടുത്ത്. ഇതൊരു ഇമാജിനറി നമ്പർ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നിന്റെ ഉത്തരം അല്ല കേട്ടാ. അപ്പൊ ഇല്ല ഇങ്ങനെ വരുമ്പോ ഇവിടെ ഈ ബ്രാക്കറ്റിൽ ഓൾറെഡി നമുക്ക് 20 1 കുറയ്ക്കാൻ അറിയാലോ. 20 1 കുറയ്ക്കാൻ അറിയാലോ. അപ്പൊ അവിടെ ഒരു ഡിനോമിനേറ്റർ അല്ല, എക്സ് n അങ്ങനെ പറയുന്ന ടേം വരുന്നതൊക്കെ മാത്രമേ നമ്മളങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അതെ അതെ അതെ, അവിടെ അതിന് പകരം ആ n നമുക്ക് തന്നിട്ടില്ല. n കണ്ടുപിടിക്കണമെങ്കിൽ n അവിടെ ഉണ്ടാവൂല, അപ്പൊ n എന്നായിരിക്കും കൊടുത്തേക്കണേ. n എന്ന് പറയുന്നത് ഈ നമുക്ക് ഒന്നും കുറയ്ക്കാൻ അറിയില്ല, കാരണം n മേ ബി ഡിഫറെന്റ് നമ്പേഴ്സ്. n എന്ന് പറയുന്നത് നമ്മൾ ഏത് സംഖ്യയാണോ n കൊടുക്കണേ അതായിരിക്കും n-ന്റെ വില. അപ്പൊ n ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ 10 കൊടുത്താൽ 10 ആയിരിക്കും n-ന്റെ വില, 15 കൊടുക്കണമെങ്കിൽ 15 ആയിരിക്കും n-ന്റെ, 20 കൊടുത്താൽ 20 ആയിരിക്കും n-ന്റെ വില. അപ്പൊ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആ ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്ന സംഖ്യ കൊണ്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മാത്രമേ നമുക്ക് ബാക്കിയുള്ള കണക്കിന്റെ ബാക്കി ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് n-നെ ആ പുറത്ത് കിടക്കുന്ന 5 കൊണ്ട് ഗുണിക്കണം. അതായത് d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആയിരിക്കില്ല പുറത്ത് കിടക്കുന്നത്. അതുകൊണ്ട് n-നെ ഗുണിക്കാം, മറ്റേ -1 കൊണ്ടും ആ d-നെ ഗുണിക്കാം, 2 കൊണ്ട് ഗുണിക്കണം. അതേസമയം നമുക്ക് സംഖ്യ വന്നു കഴിയുമ്പോ പിന്നെ സംഖ്യ കുറയ്ക്കാലോ, സംഖ്യ നേരെ കുറയ്ക്കാൻ നമുക്ക് അറിയാലോ. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ അങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് കൂടാണ്. 20നെ 5 കൊണ്ട് ഗുണിച്ചാൽ 100 വരും, 100 - 5 വരും, അപ്പൊ 95 വരും. ഇതിപ്പോ മൾട്ടിപ്ലൈ ചെയ്താലും 95 തന്നെ കിട്ടും അല്ലേ? നോക്കിയേ, 19 × 5 എത്രയാ? 95. ആ അപ്പൊ ഒരു സ്റ്റെപ്പ് കൂടി അവിടെ. നമ്മള് 20ന് 5 കൊണ്ട് ഗുണിച്ചു, 1നെയും 5 കൊണ്ട് ഗുണിച്ചു, അത് തമ്മിൽ കുറച്ചു. അതിനൊക്കെ പകരം 19 കൊണ്ട് ഗുണിച്ചാ പോരെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ചെയ്തില്ലേ 20 ഹാഫ് n + 1, അതിന്റെ ആൻസർ ഒന്നും കൂടെ ഒന്ന് പറയൂ. ഏറ്റവും അവസാനത്തെ കണക്കാ ഇന്നിപ്പോ ചെയ്തതാ. ലാസ്റ്റത്തെ കണക്കിന്റെ ഉത്തരം പറഞ്ഞില്ല ഇപ്പൊ ഞാൻ 1/2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്? ദ സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 1 3 5 71. അതിപ്പോ കഴിഞ്ഞ ക്ലാസ്സിന്റെ ആർക്കെങ്കിലും മനസ്സിലാവാത്തണെങ്കിൽ തന്നെ വേഗം ഒന്ന് ചെയ്ത് പറഞ്ഞേ. 196 169 1269 1296 1296. നേരത്തെ ചെയ്യാൻ സംശയം ചോദിച്ച ആൾക്കാരൊക്കെ തന്നെ ചെയ്തു നോക്കാട്ടാ. ഇവിടെ 1 3 5 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയാണ്. ദാറ്റ് ഈസ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. 71 അവസാനിക്കുന്നത്. സോ ദ നമ്പർ ഓഫ് ടേം എത്ര പദം ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ? 36 എണ്ണം. 35 എണ്ണം 70 വരെയാണെങ്കിൽ 35 എണ്ണം, ഒരെണ്ണം കൂടി കൂടുതൽ, അപ്പൊ 36 സംഖ്യകളാണ്. പിന്നെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. 1296 കറക്റ്റ് ആൻസർ ആണ്. 1296. ഇനിയും കിട്ടാത്തവരുണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ 12 17 22. 25th ടേം ഏതാണ്? 25ാമത്തെ പദമാണ് ചോദിച്ചേക്കണേ. 12 17 22 എന്ന് പറയുന്ന ശ്രേണി, അതിലെ 25th ടേം കാണണം. 25ാമത്തെ പദം 132. 132 121 231 132 321 132 കറക്റ്റ് ആൻസർ ആണ്. 132. കിട്ടാത്തവരുണ്ടാ?
25ാമത്തെ പദം എന്ന് പറയുമ്പോ A+24D ആണ്. A+24D. എയുടെ കൂടെ 24 പ്രാവശ്യം D മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ്. അപ്പൊ 24D. A എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 12 ആണ്. പ്ലസ് 24 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ എത്ര വെച്ചാൽ കൂട്ടി പോകണേ? 12 എന്നുള്ളത് 17 ആയി. അപ്പൊ 5 വീതമാണ് കൂട്ടി പോയേക്കണേ. സോ 24 ഇൻറ്റു 5 ആണ്. ഈ 12ന്റെ ഒപ്പം 24 കൂട്ടിയിട്ടല്ല കേട്ടോ 5 ഗുണിക്കേണ്ടത്. ഈ ക്രിയ അതായത് ഇൻറ്റു ആണ്. ബോത്ത് മാസ് പ്രകാരം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ അഡീഷൻ വരുള്ളൂ. സോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് 24 ഇൻറ്റു 5 20, 12, 120 അല്ലെ? 120. 120ഉം 12ഉം ചേർന്നാൽ 132. 132. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. -5, -3, 1. കോമൺ ഡിഫറൻസ് കാണാൻ. -5, -3, 4. ആൻസർ നാല്. -4, 4, 1, -1. കറക്റ്റ് 4 ആണോ? നെഗറ്റീവ് ഇല്ല? ഇല്ല. ഇല്ല. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ തൊട്ടടുത്ത 2 പദങ്ങൾ എടുക്കുക. അതിൽ നിന്ന് രണ്ടാമത്തേന്ന് ആദ്യത്തെ കുറയ്ക്കണം. രണ്ടാമത്തെ ഇവിടെ -3 ആണ്. അതിൽ നിന്ന് -5 കുറയ്ക്കണം. -3 നിന്ന് -5 കുറയ്ക്കണം. അപ്പൊ 2 നെഗറ്റീവ് ഇവിടെ അടുപ്പിച്ചു വന്നു. ഇറ്റ് ബിക്കംസ് പ്ലസ്. അത് പോസിറ്റീവ് ആകും. അപ്പൊ -3 + 5. സോറി, അതെ, -5, -3 + 5 വരും അല്ലെ? എത്ര വരെ അപ്പ? ഇവിടെ എന്താ ചോദിച്ചത്? കോമൺ ഡിഫറൻസാ? -3 ആണ്. അത് +3 അല്ലേ? -5 കഴിഞ്ഞ് -1 ആയിരുന്നു. അതെ, എന്റെ തെറ്റാണ്. -5 മൈനസ് -1 മൈനസ് -5. 3 അല്ല, ഞാൻ 3 ആയിപ്പോ എഴുതിയത്. അപ്പൊ -1, ഈ 2 നെഗറ്റീവ് കൂടി ചേർന്ന് അത് പ്ലസ് ആകും. +5. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. സോ 4 ആണ് ആൻസർ. 3 ആയിരുന്നില്ല കേട്ടാ, പകരം 1 ആയിരുന്നു. -1 പകരം 3 ഇട്ട് ചെയ്തത് കൊണ്ടാണ് ഉത്തരം മാറിപ്പോയത്. അപ്പൊ 4 ആണ് ആൻസർ കിട്ടുക. നെഗറ്റീവ് ഇല്ല, +4 തന്നെയാണ്. കുറെ നെഗറ്റീവ് ഒക്കെ കാണുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും ഉത്തരം എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ചൊക്കെ ഉത്തരം ഇടരുത്. കണക്ക് ചെയ്ത് നോക്കി തന്നെ ചെയ്യാം. -1 അങ്ങനെ തന്നെ എഴുതി. 2 മൈനസ്, അതായത് -5 ആണ്. നമ്മൾ 2 അടുത്തടുത്ത സംഖ്യന്ന് കുറയ്ക്കുമ്പോ നെഗറ്റീവ് ചിഹ്നത്തിന്റെ നെഗറ്റീവ് വേറെയാണ്. മൈനസ് എന്നുള്ളത് ആ ഒരു മൈനസ് അവിടെ ഉണ്ട്. അങ്ങനെ അത് 2 കൂടി ചേർന്ന് പ്ലസ് ആയതുകൊണ്ടാണ് അത് +4 ആയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടീച്ചർ, അപ്പൊ ക്വസ്റ്റ്യൻ -5, -1, 3 അങ്ങനെ തന്നെയാണോ? അതെ അതെ അതെ. ഞാൻ അടുത്തടുത്ത പദം എടുത്തപ്പോ മാറിപ്പോയതാ. ഞാൻ 3ലേക്ക് ആയിപ്പോയി പെട്ടെന്ന്. ഇത് അതും നെഗറ്റീവ് അല്ല, -3 ആയിപ്പോയി എടുത്തത്. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. -5, -1, 3 അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? അതെ, ക്വസ്റ്റ്യനിൽ മാറ്റൂല. അത് എടുത്തപ്പോ സംഖ്യ മാറിപ്പോയതാ. ഞാൻ എടുത്ത സംഖ്യ മാറിപ്പോയതാ. ഇവിടെ സ്ക്രീനിൽ എഴുതിയപ്പോ. മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഫസ്റ്റ് ടേം 7 എന്ന് വെച്ചാൽ T1. ആദ്യ പദം 7. T1 എന്നോ എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാട്ടാ. കോമൺ ഡിഫറൻസ് -2. 10th ടേം എഴുതാനാ പറയുന്നത്. 10ാം പദം 9 -11. -11. -11 അല്ലേ? -11. എല്ലാവർക്കും കിട്ടിയോ? 10th ടേം ആണ്. T10 ആണ് കണ്ടുപിടിക്കണ്ടേ. 10ാം പദം എന്ന് പറയുമ്പോ A+9D ആണ്. 9D ആണ്. അപ്പൊ 7 + 9 ഇൻറ്റു -2 അല്ലേ? അപ്പൊ എന്ത് വരും? 7 + -18. -18 ആണ് കേട്ടാ. 18. അപ്പോ വലുതിന് ചെറുത് കുറയ്ക്കണം. വലുതിന്റെ ചിഹ്നം 7ന്ന് 18 മൈനസ് ചെയ്യാൻ പറ്റില്ല. 18ന്ന് 7 കുറയ്ക്കുക. വലുതിന്റെ ചിഹ്നം ഇടുക. 18ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 11 ആണ്. -11 ആണ് ആൻസർ. -11. പോസിറ്റീവ് അല്ല, -11. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2, 4, 6 പ്ലസ് ഇട്ടിട്ടാണ്. 2 + 4 + 6 + ലാസ്റ്റ് ടേം 120. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ
3660. 3660. വെറും 60 60 60 3660. 3660. 3660. നമുക്കറിയാം ഇത് ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പറിന്റെ സം കാണാൻ n × n+1 എത്ര എണ്ണം ഉണ്ടോ അതും ആ സംഖ്യ എത്ര എണ്ണം ഉണ്ടോ അതും പിന്നെ അതിന്റെ കൂടെ ഒരു ഒന്ന് കൂട്ടി വരുന്നതുമായിട്ടുള്ള സംഖ്യകൾ നമ്മൾ ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്കറിയാം 2 4 6 8 120 വരെയാണ്. അപ്പൊ എത്ര സംഖ്യ ഉണ്ട്? 60. 61 ചെയ്താൽ മതി അല്ലേ? 60 × 61 ആണ് 6 6 36. അപ്പൊ 3600 ഒരു 0 3660. ഓക്കെ, അടുത്തത് ഏതാ? The number of terms between The number of terms between 200 and 400 divisible by 3. 200-നും 400-നും ഇടയിൽ 3 കൊണ്ട് ഹരിക്കാവുന്ന പദങ്ങളുടെ എണ്ണം 67. 62 64 67. 67. ഇതൊന്ന് പറയാ. പറയാം. അതായത് 200-നും 400-നും ഇടയിൽ 200-നും 400-നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 200 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. 400 ഈസ് ഓൾസോ നോട്ട് ഡിവിസിബിൾ ബൈ 3 അല്ലെ? 200 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 400-നെ പറ്റുമോ? പറ്റില്ല. പക്ഷെ അത് നമുക്ക് ഇവര് തന്നിട്ടില്ല. എന്ത്? ഈ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന 200 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. കൂടാതെ ഈ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന 400-ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യയും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്ത് വരാവുന്ന ആ 200 കഴിഞ്ഞിട്ടുള്ളതും 400 തൊട്ട് മുന്നുള്ളതുമായ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ആ 2 സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നാലും അതിനകത്ത് എത്ര സംഖ്യ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഇത് രണ്ടും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് എങ്ങനെയാ? 3 കൊണ്ട് പല പല സംഖ്യനെ ഹരിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. ഒറ്റ കാര്യം ചെയ്താൽ 200 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതിനെ നിങ്ങൾ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 3 × 6 18. 6 പ്രാവശ്യം പോകുക. ബാലൻസ് 2 വരും. അത് വീണ്ടും 0 താഴേക്ക് ഇറക്കി എഴുതി. വീണ്ടും 6 3s are 18 തന്നെയാണ്. വീണ്ടും ബാലൻസ് എന്ത് കിട്ടി? നമുക്ക് 2 കിട്ടി അല്ലെ? എന്ന് വെച്ചാൽ 200-ല് ഒരു 2 കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ 200 എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് 3 കൊണ്ട് ശിഷ്ടം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 2 കൂടുതലുണ്ട്. പക്ഷെ 2 കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എത്ര കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കണ്ടേ? ഈ 2-നെ കൂടി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആക്കണം. ആ ശിഷ്ടം കിട്ടിയാൽ 2-നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യ ആക്കണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ എത്ര ഇട്ട് കൊടുക്കണം നമ്മള്? ആ 2-നെ 3 ആക്കിയാ പോരെ? 3-ന്റെ ഡബിൾ ആവൂലേ? അപ്പൊ 2-നെ 3 ആക്കിയാ പോരെ? 203. 2-നെ 3 ആക്കിയാ മതി. 200-ല് 2 അധികമുള്ളൂ. 2 അധികമുള്ളൂ. അതായത് 2-നെ 1 കൂട്ടണം. ഒന്ന് കൂട്ടണം. അതായത് 200-ന്റെ കൂടെ 1 കൂട്ടി. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടിയില്ലോ, 201. അതാണ് ആദ്യത്തെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയ 200-ന് ശേഷമുള്ള സംഖ്യ 201. ഇനിയുള്ള നമുക്ക് കണ്ടുപിടിക്കാം. ശ്രേണി വേണമെങ്കിൽ രൂപീകരിക്കാം. ഏതാണ്? 201. അത് കഴിഞ്ഞാൽ 3 കൂട്ടി കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 204, 210 അങ്ങനെ പോകും. അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ അങ്ങനെ പോകും. 3 വിധം അങ്ങനെ ഇനി അങ്ങോട്ട് കൂട്ടി ശ്രേണി ചെയ്താം. അപ്പൊ നമുക്ക് ആദ്യത്തെ 2-3 സംഖ്യകളൊക്കെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ സംഖ്യ, അതും 400 എന്ന് പറയുന്നത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയല്ല. അപ്പൊ എന്ത് ചെയ്യണം? 400-ന്ന് ഇതുപോലെ തന്നെ 1 മൈനസ് ചെയ്യാം. എന്ത് ചെയ്യണം? ഒന്നുകൂടി പറയാൻ മനസ്സിലായില്ല. 200 ഹരിച്ചതാ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇതേപോലെ പല പല സംഖ്യകളുടെയും ബിറ്റ്വീനിലുള്ള എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? ആദ്യം തന്നെ ആ തന്നേക്കണ സംഖ്യ 2 സംഖ്യ തന്നിട്ടല്ലോ, ഇവയ്ക്കിടയിൽ നിന്നല്ലേ പറഞ്ഞേക്കണേ. ആ 2 സംഖ്യയും ഈ പറഞ്ഞേക്കണ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം. പറ്റിയില്ല എങ്കിൽ അതിന്റെ എത്ര കൂട്ടിയാൽ അത് പറ്റും, അല്ലെങ്കിൽ എത്ര കുറച്ചാൽ അത് പറ്റും. കൂട്ടിയാന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയില് കൂട്ടേണ്ടി വരും. അപ്പൊ 200-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 3 6 18. ബാലൻസ് 2. 0 ഇറക്കി എഴുതി. വീണ്ടും 6-ൽ തന്നെ പോകും. 3 6 18 തന്നെ വീണ്ടും വരും. ശിഷ്ടം 2 വന്നു. എന്ന് പറഞ്ഞാൽ ഈ 2 200-ല് നമുക്ക് ഒരു 2 അധികമാണ്. 2 അധികമാണ് എന്ന് വെച്ചാൽ 202 അല്ല. അപ്പൊ എന്താ പറയാ, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ഈ രണ്ടിന്റെ കൂടെ ആ രണ്ടധികം അവിടെ ഓൾറെഡി ഉണ്ട്, അതിനെ മൂന്നാക്കിയാൽ മതി. ആ ശിഷ്ടം കിട്ടിയ രണ്ടിനെ ഒരു മൂന്നാക്കാം. മൂന്നിനെ നിശേഷം ഹരിക്കാൻ പറ്റുമല്ലോ 3 കൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 ഇട്ട് കൊടുക്കണം. രണ്ടിന്റെ കൂടെ ഒരു 1 ചേർക്കണം. രണ്ടിന്റെ കൂടെ 1 ചേർക്കുന്നതും 200ന്റെ കൂടെ 1 ചേർക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടി ആദ്യത്തെ സംഖ്യ 201 ആദ്യത്തെ സംഖ്യ. ക്ലിയർ ആയോ? ഇനി ഇത് ക്ലിയർ ആവണമെങ്കിൽ ഒന്നുകൂടി അടുത്തത് പറയാം. ലാസ്റ്റത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് പറയാം. ഇപ്പൊ ആദ്യത്തെ സംഖ്യ കിട്ടിയല്ലോ, 201 കിട്ടിയല്ലോ. അവസാനത്തെ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം, നോക്കാം. അപ്പൊ ഒന്നുകൂടി ചിലപ്പോൾ ക്ലിയർ ആകും. 400 ഇപ്പൊ ചെയ്ത പോലെ തന്നെ 300ന്റെ ചെയ്ത പോലെ 200ന്റെ ചെയ്ത പോലെ തന്നെ 3 കൊണ്ട് നമുക്ക് നിശേഷം കഴിക്കാൻ പറ്റുമോ നോക്കാം. 3 4 ഒരു പ്രാവശ്യം പോകുള്ളൂ. സോറി, ഒരു പ്രാവശ്യം പോകും. 3 3 ബാലൻസ് ഒരു 1 ഉണ്ട്. അടുത്ത 0 ഇറക്കി എഴുതി. 10 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 10 9 പോകുള്ളൂ. വീണ്ടും ഒരു 1 ശിഷ്ടം കിട്ടി. ആ 1 വീണ്ടും നമ്മൾ അടുത്ത 0 ഇറക്കി എഴുതി. ഓക്കെ, 0 ഇറക്കി എഴുതി. അപ്പൊ വീണ്ടും 10 തന്നെ വരും. എന്താ വരും? 10 തന്നെ വരും. അപ്പൊ 10 വീണ്ടും നമുക്കറിയാലോ എത്ര പ്രാവശ്യം തന്നെ പോകും? 3 പ്രാവശ്യം തന്നെ. അപ്പൊ 9 വരും. അപ്പൊ എത്ര കിട്ടി? ബാക്കി വീണ്ടും 1 കിട്ടി ശിഷ്ടം. എന്ന് വെച്ചാൽ ഒരു 1 അവിടെ 400 കൂടുതലാണ്. എന്തിന്? 400 എന്ന് പറയുന്ന സംഖ്യ നിശേഷം ഹരിക്കാൻ പറ്റാതാക്കിയത് ആ കൂടുതലായ 1 അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 1 മൈനസ് ചെയ്യണം. ഇപ്പൊ ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായ? ശരി, ഓക്കെ. അപ്പൊ 200ന്ന് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തപ്പോ 2 നമുക്ക് അധികം വന്നു. ആ 2ന് അധികം വന്ന 2ന് അവിടെ കുറയ്ക്കുകയല്ല ചെയ്യണ്ടേ? കാരണം തുടക്കത്തിലാണ്, അതായത് നമ്മളോട് പറഞ്ഞേക്കണ ചെറിയ നമ്പർ, ലീസ്റ്റ് നമ്പർ, അതിന്റെ കൂടെയാണ് വേണ്ടത്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് വേണ്ടത്. അല്ലെങ്കിൽ കുറച്ചാലും എന്ത് പറ്റും? ആ 2 കുറച്ച് കളഞ്ഞാൽ 3 കൊണ്ട് ശിഷ്ട ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആവുമല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പറ്റും. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ 200നും 400നും ഇടയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ അധികം കിട്ടിയ 2നെ നമ്മൾ 3 ആക്കാൻ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആക്കാനായിട്ട് നോക്കണം. ഏറ്റവും ചെറിയ സംഖ്യ, അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് 1 തന്നെയാണ്. 3 ആക്കാൻ വേണ്ടി 2ന്. അപ്പൊ നമ്മൾ ഒരു 1 ഇട്ട് കൊടുത്തു, 200ന്റെ കൂടെ 1 കൂട്ടി. അതുപോലെ തന്നെ 400 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 133 പ്രാവശ്യം പോകും. പക്ഷെ ഒരു 1 അവിടെ ബാലൻസ് 1, ആ 1 നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പൊ ലാസ്റ്റത്തെ സംഖ്യ, അപ്പൊ ആദ്യത്തെ സംഖ്യ ശ്രേണിയിലെ കിട്ടി നമുക്ക് 201. ലാസ്റ്റത്തെ സംഖ്യ നമുക്ക് കിട്ടി എത്രയായിരിക്കും? അപ്പൊ 400ന്ന് 1 കുറച്ചാൽ 399. 399. ഇനി നമുക്ക് n കണ്ടുപിടിച്ചൂടെ? ഇനി n കാണാൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ കൊടുക്കാല. ഏതാണ് ഇക്വേഷൻ? Tn മൈനസ് d പ്ലസ് 1 അല്ലെ? 391ന്ന് 201 കുറയ്ക്കാം. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, അതാണ് 3 കൂട്ടി പോയേക്കണേ. പ്ലസ് 1. 399ന്ന് 201 കുറച്ചാൽ എത്രയാണ്? 198. ഓക്കെ, 198/3 പ്ലസ് 1. 198നെ നമ്മള് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? കറക്റ്റ് ആയിട്ട് പറ്റുമല്ല. 3 6 18. വീണ്ടും ഒരു ശിഷ്ടം 1 6 തന്നെ അല്ലെ? 66 പ്ലസ് 1 എത്രയാണ് കിട്ടുക? 67 സംഖ്യകളാണ് ഉള്ളത്. ഇതേപോലത്തെ പല ചോദ്യങ്ങളും വരും കേട്ടാ. ഈ 100നും 500നും ഇടയില് 10നും 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആണ് കൂടുതലും വരിക. അങ്ങനത്തെ എന്നാലേ ചെയ്യാൻ ഇത്തിരി പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ, 200നും 500നും ഇടയിൽ വരും, 400നും 700നും ഇടയിൽ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ തന്നേക്കണ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ? ഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്ര കൂടി ചേർത്താൽ നമുക്ക് ഹരിക്കാൻ പറ്റും, എത്ര കുറച്ചാൽ നമുക്ക് ഹരിക്കാൻ പറ്റുന്നതാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ശ്രേണി ഉണ്ടാക്കാനോ ചോദിച്ചാലോ, അല്ലെങ്കിൽ ഓൾജിബ്ര ബീജഗണിത രൂപം കാണിച്ചു ചോദിച്ചാലോ, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ചോദിച്ചാലോ, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും, ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കാട്ടോ നിങ്ങളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇപ്പൊ ക്വസ്റ്റ്യൻ എത്രാമത്തെ വായിച്ചേ? 6. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് വേഗം പറഞ്ഞേ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 6, 10, 14 എന്നതിന്റെ 10 ടേംസിന്റെ സമ്മാണ് ചോദിച്ചാണ്. എത്ര കിട്ടിയ? 240. 240 ആണ്. 480, 240, 560, 640 അങ്ങനെയാണ് ചോദ്യത്തില് ഓപ്ഷൻസ് വന്നേക്കണം. അപ്പൊ 240 കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഓക്കെ,
ഇതിലെല്ലാം വേറെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എഴുതിയിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കിയുണ്ട്, പറ്റുന്നവർ ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഹോംവർക്കിന്റെ ഇത് പോകും. കുറച്ച് 2-3 നമുക്ക് വേഗം എഴുതിക്കോളൂ കേട്ടോ. 2, 5 കോമ ഇട്ട് എഴുതണേ. 2, 5, 10 കോമ 2, 5, 10 കോമ ഡാഷ് 26. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്ക്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടാ. ആ മിക്സിംഗ് നമ്പർ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആകാവുന്ന അളവുകൾ. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആകാവുന്ന അളവുകൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് can be the sides of a triangle? Can be the sides of a right triangle കേട്ടാ. Can be the sides of a right triangle. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാവുന്ന അളവുകളാണ്. അളവുകൾ തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 10, 8, 6 അതൊരളവ്. 10, 8, 6 ഈ വശങ്ങൾ വെച്ച് ഒരു റൈറ്റ് ആംഗിൾ തയ്യാറാക്കാൻ പറ്റുമോ? അടുത്തത് 9, 6, 5 അതാണോ? അല്ലെങ്കിൽ 5, 8, 9 ഇതാണോ? അല്ലെങ്കിൽ 12, 10, 8 12, 10, 8 4 കേട്ടാ. 4 ഓപ്ഷൻസ് ഉണ്ട്. 12, 10, 8 അത് ഞാൻ എഴുതിയിട്ടില്ല. 12, 10, 8 കിട്ടിയോ? ചോദ്യം കിട്ടിയോ? 2 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 65 -5 × 7 പ്ലസ് തീർന്നിട്ടില്ല കേട്ടോ, ഇത് ബ്രാക്കറ്റിലാണ്. 8 × 4 -2 -1 ബ്രാക്കറ്റ് ക്ലോസ്. ഒറ്റയടിക്കാണ്ട നിർത്തി, അവിടെ സ്ക്രീനിൽ സ്ഥലമില്ല, അതുകൊണ്ട് താഴേക്ക് ഇറക്കിയെന്നുള്ളൂ. 65 - 5 × 7 പ്ലസ് ബ്രാക്കറ്റില് 8 × 4 -2 -1 എഴുതിയോ? ഒരു ക്വസ്റ്റ്യൻ കൂടി. 10 3/4 10 3/4 പ്ലസ് 2 3/5 മൈനസ് 5 1/10 ഈക്വൽ ടു ഡാഷ്. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാലോ. 5 1/10 ആണ് ട്ടാ. 10 10 16 അല്ല 10. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്തിട്ട് വരാം. നമുക്ക് അടുത്ത ദിവസം കാണാം, ഫ്രൈഡേ. എല്ലാവരും ചെയ്ത്. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു. മിസ്സേ ആ താങ്ക് യു മാം. മിസ്സേ പറഞ്ഞോ. ഫ്രാക്ഷൻസിന്റെ കണക്കുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെയ്തു. ആ വരാം, പറയാം. ആ ഓക്കെ മിസ്സേ. എല്ലാരും പോയാ? ഒന്ന് ചോദിച്ചോട്ടെ. മിസ്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയതാണേ. ഈ നോട്ട്സ് ഒക്കെ പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അങ്ങനത്തെ ഉണ്ടാവില്ല. ഫസ്റ്റ് ഡേ കയറിയോണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ക്ലാസ് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോ അല്ലേ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതെ, ഗൂഗിൾ ക്ലാസ് റൂമില് ഉണ്ടായിരിക്കും ക്ലാസ്സും. നിങ്ങൾക്ക് ഈ ഇപ്പൊ നടന്ന ക്ലാസ്സിന്റെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ അവിടേക്കാണ് നിങ്ങൾക്ക് തരിക. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ വന്നിട്ടില്ല നോക്കിയില്ലേ? സെർച്ച് ചെയ്ത് നോക്കിയോ? ഇപ്പൊ നോക്കി, പക്ഷെ ഈ ക്ലാസ്സിന്റെ ഇടയിൽ നോക്കിയിട്ട് ഇന്നത്തതൊന്നും എനിക്ക് എവിടെയാന്ന് മനസ്സിലായിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ മിസ് വായിച്ചതൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പൊ അതിന് ഒന്ന് ആരെങ്കിലും ഒന്ന് സൊല്യൂഷൻ കൊടുത്തേ. റെഗുലർ ഈ കറക്റ്റ് ആയിട്ടൊന്ന് ഒരു ഇൻഫർമേഷൻ ഒന്ന് കൊടുക്കാമോ ആരെങ്കിലും? ധന്യ ഇവിടെ ഉണ്ടല്ലോ, പോയാ? ടീച്ചറെ ഇന്നലെ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത് അതായിരിക്കും. ഇന്നലെ ഇട്ടേക്കണേ. ഇയാള് ഇന്ന് കയറുന്നതാണോ?
ഇന്നാണ് ഞാൻ ഫസ്റ്റ് കയറിയിട്ട് ഇന്നലത്തെ തൊട്ട് നോക്കി. അതുകൊണ്ടായിരിക്കും. അല്ലടാ ഇന്നലെ ജോയിൻ ചെയ്തേക്കണത് ഇന്ന് തുടങ്ങി ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയത് ഞായറാഴ്ചയാണ് എന്നെ ജോയിൻ ആക്കിയത്. അപ്പൊ ജോയിൻ ആക്കിയപ്പോ ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ക്ലാസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവണല്ലോ. ഇപ്പൊ ഇന്ന് എന്താ പറയാ വെനസ്ഡേ ആയില്ലേ, മൺഡേ ട്യൂസ്ഡേ ഈ 2 ക്ലാസ്സുകളൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. 2 ക്ലാസ് അല്ല അപ്പൊ അതൊന്നും കൂടി ഒന്ന് കിട്ടിയിട്ടില്ല ടീച്ചറെ. പുതിയവരാണോ? എല്ലാവരും പുതിയവരാണോ? യെസ്, ഞങ്ങളൊക്കെ പുതിയവരാ. അപ്പൊ പുതിയവർക്കൊന്ന് ഞാനും പുതിയതാ. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആരാ അത്? ധന്യ പോയി തോന്നുന്നത്. ധന്യ പോയില്ല. പിന്നെ ആരാ ഇവിടെ പഴയത് നേരെയുള്ളവരിയ്ക്കണേ? മിസ്സേ, അതെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ അവരെ? അപ്പൊ ആ ഗ്രൂപ്പില് ക്ലാസ് റൂമിൽ കയറാനുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് ക്ലാസ് റൂമിലേക്ക് വരുള്ളൂ. അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പില് നിങ്ങൾക്ക് ലിങ്കിലൂടെ കയറണം ആപ്പിലേക്ക്. പക്ഷെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ആണോ? ഗ്രൂപ്പ് നമ്പർ പറയോ? മിസ്, റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസും നോട്ട്സും അങ്ങനത്തെ നോട്ട്സ് ഒന്നും കിട്ടുന്നില്ല. റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്, നോട്ട്സ് ആണ് കിട്ടാത്തത്. അതായത് നമ്മുടെ ഈ ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടുകൾ കിട്ടുന്നില്ല അല്ലെ? നോട്ടും മിസ് ഇട്ട ക്വസ്റ്റ്യൻസും കിട്ടുന്നില്ല, മറ്റേ ക്ലാസ് കിട്ടുന്നുണ്ട്. ഹലോ, മിസ്സേ, ഞാൻ കുറെ ദിവസമായിട്ട് എനിക്ക് ആ നോട്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അത് കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്കൊരു ക്ലാസ് മൈ ക്ലാസ് റൂം എന്ന ഒരു ആപ്പില്ലേ, അതില് ആ ആപ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ ഒരു നീല ഒരു ഇതില് PSC 6 month 22 എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ താഴെ വശത്തായിട്ട് ക്ലാസ് വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. ആ ക്ലാസ് വർക്കില് അതിലിങ്ങനെ ടച്ച് ചെയ്ത് മേളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മാത്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. അതില് നിഷ ടീച്ചറിന്റെ ലൈവ് ക്ലാസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇട്ടതുണ്ട്. മനസ്സിലായാ മിസ്? ഞങ്ങൾ 23 ബാച്ച് ആണ്, PSC 6 month 23 ബാച്ച് ആണ്. എല്ലാവർക്കും സെയിം ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മിസ് ഇന്നലെ ഇട്ട ക്വസ്റ്റ്യന് ഞാൻ ഇപ്പൊ കണ്ടത്. ആണല്ലേ? അപ്പൊ ആ വഴിക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, ആ പുതിയവരായിട്ട് വന്നവര്. അല്ലെങ്കിൽ ഞാൻ അവിടെ പറയാം, അവര് നിങ്ങൾക്ക് അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും. എനിക്ക് കിട്ടിയിട്ടില്ല. ജനുവരി 18 ഉണ്ട്. ഇപ്പോഴും കിട്ടിയിട്ടില്ല. ജനുവരി 18 ക്ലാസ് കാണുന്നുണ്ട് മാത്സിന്റെ. ഏതാണ്? 6 ബാച്ച് നമ്പർ 6 കേട്ടില്ല. 16 ആണോ? 60 ആണോ? 16. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അവിടെ സഫീന, പിന്നെ ആരൊക്കെയാ? സഫീന പ്രിൻസി, പിന്നെ ആരാ? ഒരാള് പറഞ്ഞല്ലോ. എന്റെ പേര് ഫൗസിയ. 6 മന്തിന്റെ 24 കാണിക്കുന്നത്. 6 monthsന്റെ 24 ബാച്ച്. ഓക്കെ, ഞാനൊന്ന് പറയട്ടെ കേട്ടോ അവിടെ. ഓക്കെ, ഒന്നും കൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവര് പറഞ്ഞത് നോക്കി ഇപ്പം, പക്ഷെ അങ്ങനെ ഇപ്പൊ പറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. വേറെ ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് ഇൻഫോം ചെയ്യട്ടെ പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.